ഹലോ നമസ്കാരം. എൻ്റെ പേര് സുരേഷ്. ഞാനൊരു ടെക്നോളജി കൺസൾട്ടൻ്റാണ്. നാട്ടിൽ കേരളത്തിലിപ്പോൾ കൊച്ചിയിലും തൃശ്ശൂരും പാലക്കാടുമായിട്ട് ഓഫീസുകളുണ്ട്. ഇവിടെ ദുബായിൽ സിലിക്കോൺ ഒയാസിസിൽ ദുബായിൽ ഓഫീസുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്ന ഒരു മേജർ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർച്വൽ സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് വെർച്വലി സ്റ്റാഫുകളെ നമുക്ക് നാട്ടിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നാട്ടിൽ നിന്ന് ഒരാൾ ദുബായിൽ വന്നൊരു ബിസിനസ് തുടങ്ങുമ്പോൾ പ്രത്യേകിച്ച് എല്ലാവരും ചെയ്യുന്ന പോലെ ഏതൊരു ഒരു ബിസിനസ് സെൻറ്ററിൽ അവരൊരു ഓഫീസ് എടുക്കും, രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം ചെയ്യും. അതിനുശേഷം ഒന്നെങ്കിൽ അതിൻ്റെ ഫൗണ്ടറും കൂടെയുള്ള ഒന്നോ രണ്ടോ ആൾക്കാരും നിന്നിട്ടായിരിക്കും ആ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇവർക്ക് പല കാര്യങ്ങൾക്കും ഇവിടെ തന്നെ, അതായത് ദുബായിൽ തന്നെ ആളുകളെ പ്ലേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് അത്രയും കോസ്റ്റ് ചിലപ്പോൾ കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റുന്നതായിരിക്കില്ല. കാരണം സാലറി കോസ്റ്റ്, ഓഫീസ്, ഇങ്ങനെ പല എക്സ്പെൻസുകൾ വരുമ്പോൾ ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അത്ര തന്നെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് നാട്ടിലെ കോസ്റ്റിൽ ഇവിടെ നിന്ന് ചെയ്യാനുള്ള വർക്കുകളെല്ലാം തന്നെ ഔട്ട്സോഴ്സ് ചെയ്തെടുക്കുന്ന രീതിയിൽ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാഫുകളെ പോലെ ട്രീറ്റ് ചെയ്യാവുന്ന രീതിയിൽ ദുബായ് ടൈമിൽ ദുബായിയുടെ ഹോളിഡേയ്സിന് ബാധകമായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ നാട്ടിൽ എൻ്റെ ഓഫീസിൽ പ്രൊവൈഡ് ചെയ്യും. അവർ നിങ്ങളുടെ ഏത് ആക്ടിവിറ്റീസാണോ ചെയ്യേണ്ടത് ആ ആക്ടിവിറ്റീസ് അവിടെ ഇരുന്ന് ചെയ്യുന്ന ഒരു സർവീസാണ് വെർച്വൽ സ്റ്റാഫിംഗ് എന്നുള്ളത്. അപ്പോൾ ഇവർ പിന്നെ ഡെഡിക്കേറ്റ്ലി നിങ്ങൾക്ക് വേണ്ടിയിരിക്കും വർക്ക് ചെയ്യുന്ന, അവർ വർക്ക് ചെയ്യുന്ന ലൊക്കേഷൻ്റെ ക്യാമറ നിങ്ങൾക്ക് ആക്സസ് ഉണ്ടായിരിക്കും. അതേപോലെ അവർ എത്ര ദിവസം എത്ര സമയം അവർ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ സിസ്റ്റം എത്ര നേരം ഐഡിയലായിട്ടിരുന്നു. അപ്പോൾ അവരുടെ സിസ്റ്റത്തിൻ്റെ യൂസേജ് പോലും നിങ്ങൾക്ക് ഡെയിലി റിപ്പോർട്ട് കിട്ടുന്ന രീതിയിലായിരിക്കും അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ ബിസിനസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വെർച്വലി സ്റ്റാഫുകളെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസാണ് വെർച്വൽ സ്റ്റാഫിംഗ് എന്നുള്ളത്. ഇത് ബാക്ക് ഓഫീസ് സർവീസ് എന്ന് പറയാം. വെർച്വൽ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഇതിലിപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട്സ് മാനേജ് ചെയ്യലാവാം, നിങ്ങളുടെ പേറോൾ പ്രോസസ്സിംഗ് ആവാം, CRM മാനേജ് ചെയ്യാനാവാം, കസ്റ്റമർ കെയർ ആയിരിക്കാം. ഇങ്ങനെ ഒരു സിസ്റ്റം, കമ്പ്യൂട്ടറും ഒരു ഫോണും വെച്ചിരുന്ന് ചെയ്യുന്ന ഏത് പണികൾക്ക് വേണമെങ്കിലും നമുക്ക് നാട്ടിൽ സർവീസിന് ആൾക്കാരെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സപ്പോസ് നിങ്ങൾക്ക് ഡിസൈനേഴ്സിന് ആവശ്യമുണ്ട്, കണ്ടന്റ് റൈറ്റേഴ്സിന് ആവശ്യമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ ആളുകളെല്ലാം തന്നെ നമ്മൾ ജോയിൻ്റ് ആയിട്ടായിരിക്കും, അതായത് ആരാണോ കസ്റ്റമർ ആ കസ്റ്റമറും സ്കൈബടെക് എന്നുള്ള കമ്പനിയും ജോയിൻ്റ് ആയിട്ടായിരിക്കും ആളുകളെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടാവുക. അത് ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും. ആ ജോയിൻ്റ് ഇൻ്റർവ്യൂ ചെയ്ത് ആ സ്റ്റാഫിനെ സെലക്ട് ചെയ്യണു. ആ സ്റ്റാഫിൻ്റെ സാലറി ഒക്കെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. എത്ര രൂപ കൊടുക്കണം എന്നുള്ളത് നമ്മൾ ഒന്നിച്ച് തീരുമാനിക്കും. അയാൾക്ക് ഓഫർ ലെറ്റർ കാര്യങ്ങൾ കൊടുക്കും. അതിനുശേഷം അവർക്ക് വന്നിരിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ, കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ് സർവീസുകളെല്ലാം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അവരെ സൂപ്പർവൈസ് ചെയ്യും. കാരണം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന പണികൾ സമയത്തിന് നടക്കുന്നുണ്ടോ, അവർ കൃത്യസമയത്ത് എത്തുന്നുണ്ടോ, കമ്മിറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രൊജക്ട് മാനേജേഴ്സ് അവർ സൂപ്പർവൈസ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഫീസും മാനേജ്മെൻറ്റ് ഫീസും സെപ്പറേറ്റ്ലി പറയും. ഇതാണ് ഓരോ പൊസിഷനും അനുസരിച്ചിട്ട്. ബാക്കിയുള്ളത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, അവർക്ക് എത്ര രൂപ സാലറി കൊടുക്കണം എന്നുള്ളത്. ഈ രീതിയിലുള്ള വെർച്വൽ സ്റ്റാഫിംഗ് അല്ലെങ്കിൽ ബാക്ക് ഓഫീസ് ആസ് എ സർവീസ് എന്നുള്ളതാണ് നമ്മുടെ ഒരു കോർ സർവീസ്. അപ്പോൾ അതിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് ഈ വീഡിയോയുടെ താഴെ ഇടുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്കതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. താങ്ക് യു.